ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവഗണിച്ച് പോയതിൽ അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധമുണ്ടോ, അതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ, അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ, അവർ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ അവഗണിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോയതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ അവഗണിച്ചു പോയ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ അവഗണിച്ചു പോയ ഈ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓവറോൾ എനർജി നോ എന്ന് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരു അവഗണിച്ചു പോയതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കുറ്റബോധവും ഇവിടെ തോന്നുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവഗണിച്ചു പോയതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ അവർ അത് വിശ്വസിക്കാനും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. അതായത് അവരുടെ ഭാഗം ശരിയെന്ന രീതിയിൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ള എനർജീസ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു കുട്ടികളുടെ സ്വഭാവമാണ്, ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണുന്നത്. എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തൊക്കെ പെട്ടെന്ന് ഒരു ദേഷ്യം വരികയും അതേ തുടർന്ന് നിങ്ങൾ ഭയങ്കരമായ ഒരു വാക്കുകൾ കൊണ്ട് തർക്കങ്ങൾ ഉണ്ടാക്കുകയും കോൺഫ്ലിക്ട്സിലേക്കൊക്കെ പോവുകയും വഴക്കാവുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ ഒന്നും നടക്കാത്തതുപോലെ, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ലാത്ത എന്ന രീതിയിൽ കൂളായിട്ട് അവർ നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങൾ അമ്പരന്നൊക്കെ പോയിട്ടുണ്ടാകും. നിങ്ങൾ ശരിക്കും വണ്ടർ അടിച്ചു പോകുന്നതാണ് ആ ഒരു ബിഹേവിയർ കണ്ടിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു പേഴ്സൺ ഒരു ജസ്റ്റ് ലൈക്ക് ബേബീസിനെ പോലെ തന്നെയാണ് അവരുടെ ഒരു ക്യാരക്ടർ. ആ പറയുന്ന സമയത്തേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഒന്നുമില്ല അവരുടെ ഉള്ളിൽ എന്ന രീതിയിലാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം കുട്ടികൾ പെരുമാറുന്നത് പോലെ തന്നെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെ ഒരു ഇന്നസെന്റ് ആണ് എന്ന് നിങ്ങൾ കരുതിയിരുന്നത്. അത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഒരു ചിന്തകളും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു വ്യക്തിയെ അതുകൊണ്ട് വളരെയധികം ഒരു കുട്ടികളെ കെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കെയർ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഒരു കരുതലോടെ ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയെ കെയർ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ അവർക്ക് ഇമോഷണലി വളരെയധികം സപ്പോർട്ട് കൊടുത്ത് അവരുടെ കൂടെ നിന്നിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് വളരെയധികം ഡിപ്പെൻഡന്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ഒരു അഡിക്റ്റഡ് ആയിരുന്നു ഇവരിൽ. അതുപോലെ തന്നെ ഇവരും നിങ്ങളോട് വളരെയധികം സ്നേഹത്തിലാണ്, നിങ്ങളുമായിട്ട് വളരെയധികം അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ ആ വ്യക്തിക്ക് ലൈഫിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരുന്നത്. ഇനി ഒന്നിനും പറ്റില്ല, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും മുന്നോട്ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. കാരണം അത്രയധികം ഒരു അമ്മ കെയർ ചെയ്യുന്ന പോലെ, കുട്ടികളെ അമ്മ കെയർ ചെയ്യുന്ന പോലെ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിർദ്ദേശങ്ങളും നൽകിയൊക്കെ നിങ്ങൾ അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷെ
ഇവിടെ ശരിക്കും സംഭവിച്ചത് അവരില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കായിരുന്നു കഴിയാതിരുന്നത്. പക്ഷെ നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു സത്യം, ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു പേഴ്സൺ ശരിക്കും ഒരു സെൽഫ് ലവ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് അവർ കാണിച്ചിരുന്നത് മുഴുവൻ ഒരു ഫേക്കായ ഒരു കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും അവർക്ക് നല്ലതായിട്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകണം, ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണം എന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ സെൽഫ് ലവ് ചെയ്ത് അവനവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നല്ല മിടുക്കുള്ള ഒരു വ്യക്തി തന്നെയാണ്. എവിടെ ഏതൊരാൾക്കൂട്ടത്തിൽ നിന്നാലും എന്ത് പ്രശ്നത്തിന് നടുവിൽ നിന്നാലും തൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി മാറി നിൽക്കാനായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനകത്ത് കിടന്ന് കളിച്ച് അവനവന്റെ കാര്യം നേടിയെടുത്തുകൊണ്ട് പോരാനായിട്ട് കഴിവുള്ള നല്ല പഠിച്ച ഒരു ആളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അതാണ്. നല്ല രീതിയിൽ എല്ലായിടത്തും ഇങ്ങനെ മനഞ്ഞു കിടന്ന് പെടയണ പോലെ പെടഞ്ഞ് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിവുള്ള വ്യക്തികളാണ്. എല്ലാ രീതിയിലും സംസാരിച്ച് നിൽക്കാനും എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ അവരെ കുറിച്ച് മനസ്സിലാക്കിയ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു നിങ്ങൾക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ട് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ടാകാം പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയത്, ഈ പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് കൺമുന്നിൽ യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടാകും. പക്ഷെ എങ്കിൽ കൂടിയും അതൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴും നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ആ ഒരു രീതിയിലല്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോഴും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തതിന് ശേഷം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജീസാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു കറന്റ്ലി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു റീസൺസ് ഒക്കെ ഇപ്പോൾ ഈ കറന്റ് സിറ്റുവേഷനിൽ ചിലപ്പോൾ എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ അവഗണിച്ച് പോയെന്നുള്ള റീസൺസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മൂന്നാമതൊരാൾ പറഞ്ഞിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാകാം എന്ത് കാരണത്താലാണ് പോയെന്ന്. പക്ഷെ ഇവിടെ കൂടുതൽ ആളുകൾക്കും ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയ സമയത്ത് ഇത് എന്തിനാണ് ഇവരിങ്ങനെ മാറിപ്പോയത് എന്ന് പോലും അറിയാതെ, പെട്ടെന്ന് ഒരു റീസൺ പോലും പറയാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ തരത്തിലുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇതൊരു സാധാരണ കാര്യം പോലെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് അല്ല എന്ന രീതിയിൽ ഇത്തരം ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഡിസിഷൻസ് എടുക്കും എന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങ് സ്മൂത്തായിട്ട് പുറകോട്ട് വലിഞ്ഞ് ഇറങ്ങി പോവുകയാണ് ആൾ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം കുറ്റബോധമൊന്നും ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. കാരണം അവര് തന്നെ അവരുടെ കാര്യങ്ങൾ ന്യായീകരിച്ച് നിർത്തുന്നതാണ്. ഇനി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി അവരത് ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടി വന്നത് എന്ന രീതിയിൽ അവരതിനെ ന്യായീകരിച്ച് നിർത്തുന്നു. ഒരു റിഗ്രറ്റോ കുറ്റബോധമോ ഒന്നും നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവര് ഒത്തിരി ഒരു റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഒത്തിരി ഡ്യൂട്ടീസ്, ആ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ. അവർ ഫാമിലിയിൽ ചിലപ്പോൾ അവരായിരിക്കാം ഒരു മെയിൻ ഫാമിലിയെ കൊണ്ടുപോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലീഡർ എന്ന നിലയിൽ ഒരു ഫാമിലിയെ മുഴുവനായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി അവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ കാര്യമാണ് പിന്നെ ഒന്ന് മാറ്റി വെക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റി വെക്കാം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവര് എന്ന് തിരികെ വന്നാലും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ അവരെവിടെയാണോ നിങ്ങളെ വിട്ടിട്ട് പോയത് ആ ഒരു സ്ഥലത്ത് അവരെ പ്രതീക്ഷിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം, അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അത്രയധികം ഒരു വിശ്വാസമാണ്. അവരെവിടെ വിട്ടിട്ട് പോയോ ആ സ്ഥലത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല, പക്ഷെ
ആൾക്ക് വരണമെന്ന് ഒരു വളരെയധികം ആഗ്രഹവുമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു അഡ്വൈസ് ഇല്ലാതെ ഈ ഒരു പേഴ്സണ് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഈ ഒരു ഡെസ്റ്റിനിയിൽ ഇങ്ങനെ വന്നു ചേർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് അതുകൊണ്ടാണ്, ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമായിരുന്നു എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനിയിപ്പോ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ ഇത് കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നിങ്ങളെ കാണാൻ വരാനും നല്ല രീതിയിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു കുറ്റബോധമൊന്നും ഉള്ളതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നില്ല. റിലേഷൻഷിപ്പ് ഒരു റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ താല്പര്യമുണ്ടോ, അവർക്ക് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ചിന്തിക്കുന്നുമുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പല പല പ്ലാനുകളും തയ്യാറാക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒത്തിരി ഡ്രീംസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേണം എന്ന രീതിയിലൊക്കെ ഒത്തിരി ഡ്രീംസ് ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ഈ ഒരു വ്യക്തി ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിൽ ചെന്നുപെട്ടാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്കുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് ഒരു കാര്യം തന്നെയാണ്. ഒരു ഏത് സാഹചര്യത്തിൽ ചെന്നുപെട്ടാലും അവിടെ പിടിച്ചു നിന്ന് പോകാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്കുണ്ട്. കുറേ ആളുകളെ നമുക്കിവിടെ ഒരു എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലി, എക്സ്ട്രാ മാരിറ്റലിൽ അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു അവസ്ഥയിലാണെങ്കിലും അവരുടെ ഉള്ളിൽ വളരെ ഒരു സ്ട്രഗിൾസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഡ്രീമുണ്ട്. അവരുടെ ഓർമ്മകൾ, നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു മനസ്സിനെ കാമാക്കി നിർത്തിക്കൊണ്ട് ഈ ഓർമ്മകളും വിഷമങ്ങളും ഡ്രീംസും എല്ലാം ഒതുക്കി പിടിച്ച് നിർത്തിക്കൊണ്ട് ഇപ്പോ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ മാന്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നു. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത്. അവിടെ ആർക്കും ഈ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഈ സ്നേഹബന്ധമോ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളതായിട്ട് അങ്ങനെയൊന്നും ഒരിക്കലും തോന്നാത്ത രീതിയിൽ നല്ല ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് ഈ വ്യക്തിക്ക് നല്ല കഴിവാണുള്ളത്. ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാൾക്ക് പോലും ഈ വ്യക്തിയുടെ മനസ്സ് അറിയാനായിട്ട് കഴിയില്ല എന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളും ഇവരെ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥമായിട്ടുള്ള ഇവരുടെ ഒരു ക്യാരക്ടറോ ബിഹേവിയറോ ഒന്നുമല്ല നിങ്ങളും ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ വന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധമുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. പക്ഷെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും അവർ വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് തന്നെയാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്ത് നോക്കാം. എന്റെ ഫ്യൂച്ചർ, റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് ക്ലാരിഫിക്കേഷൻ. ഫ്യൂച്ചർ, ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും എന്നാണ് നോക്കുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും നോക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമോ, ഈ ഒരു വ്യക്തി വരുമോ, തടസ്സങ്ങൾ എന്തെങ്കിലും ഇനി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജീസ് വരുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെന്റ് ഈ റിലേഷൻഷിപ്പിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ഒരു ജോബിലാണെങ്കിലും ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല, കരിയറിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു രീതിയിൽ ഇങ്ങനെ വളരെയധികം വേദനയോടുകൂടി വിഡ്രോവൽ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിലുള്ള എനർജീസ് ആണ് നിങ്ങളുടെ എനർജീസ് കിട്ടുന്നത്.
നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഒത്തിരിയധികം ഡിപ്രസ്ഡ് ആണ്, പക്ഷെ അവരൊരു നെഗറ്റീവ് സംഭവിക്കും എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരും എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരാനുള്ള ഒരു എനർജീസ് തന്നെയാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരും. ഒരു റിലേഷൻഷിപ്പ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് എൻഡായി പോയി എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വളരെ ക്രിയേറ്റീവായിട്ട് യൂണിവേഴ്സ് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശരിക്കും വണ്ടറടിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ കുറച്ച് ഈ ഒരു ടെൻഷനിലും ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഒത്തിരി എനർജീസ് നമുക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സ്പിരിച്വൽ വേ ഒക്കെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്ന ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്, നമ്പർ 41, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, tattoo on neck, 1978, 2 months, mole on right hand, ലൈഫ് ചേഞ്ചസ്, ലൈഫ് ചേഞ്ച്. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒക്ടോബർ മന്ത്, ലോങ് ഡിസ്റ്റൻസ്, 7 days, യെസ് പോസിബിൾ, 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986, പെറ്റ് ലവേഴ്സ്, ടുഡേ, 1996, letter V, letter D, 1 weeks, number 6, ice cream lover, number 33, 1980, 1982, letter L, white color, number 2, number 30, 1979, long hair, letter F, 1986, letter K, number 55, number 51, number 3, driver, number 25, September month, 1981, police, ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.